കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. വർഷ അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്. ഇനിയിപ്പോ തന്നെ രക്ഷിക്കാനായിട്ട് റോഷന് മാത്രമേ പറ്റുള്ളൂ. അങ്ങനെ റോഷനെ ഫോൺ വിളിക്കുകയാണ്. അങ്ങനെ വർഷയുടെ കോൾ ചെയ്യുന്നതും റോഷൻ ചാടി എടുക്കുകയാണ്. അങ്ങനെ സൗണ്ട് കേട്ട ഉടനെ ചോദിച്ചു, വർഷ അല്ലേന്ന് ചോദിക്കുകയാണ്. അല്ല, എന്നെ എങ്ങനെ മനസ്സിലായി? ഈ സൗണ്ട് ഒരു തവണ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവും. കാരണം എനിക്ക് ഒരാളുടെ സൗണ്ട് ഒരു തവണ കേട്ടാൽ മതി എന്ന് പറയാം. എന്തെടുക്കോ, സുഖമായിട്ടിരിക്കുകയാണോ? ഇതുവരെയായിട്ട് ഞാൻ ഓർക്കുകയും ചെയ്ത് എന്നെ ഒന്നും വിളിച്ചില്ലല്ലോന്ന്. അല്ല, ഇപ്പോഴെങ്കിലും എന്നെ ഒന്ന് വിളിക്കാൻ തോന്നില്ലോ. നല്ല കാര്യം. ഫുഡൊക്കെ കഴിച്ചോന്നൊക്കെ ചോദിക്കുക. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പം വർഷ ഒന്നും മിണ്ടില്ല. എന്താ വർഷ എന്നാ മിണ്ടാത്തേന്ന് ചോദിക്കുക. അല്ല, പറയാനായിട്ട് എനിക്കൊരു ഗ്യാപ്പ് തന്നില്ലല്ലോ, അതുകൊണ്ടാന്ന് പറയും. ഓ, അക്കാര്യം ഞാനും കൂടെ മറന്നുപോയി. അല്ല, എന്ത് പറ്റി ഇപ്പം വിളിക്കാനായിട്ട്? അല്ലെങ്കിൽ ഇത്രയും ദിവസമായിട്ടൊന്നും വിളിച്ചു പോലും ഇല്ലോ എന്ന് പറയാം. അല്ല, അത് പിന്നെ ഞാനേ റോഷനോട് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചാൽ. എന്നോടോ? എന്ത് കാര്യം ചോദിക്കാനായിട്ട്? അല്ല, എനിക്ക് നാളെ ഒരു കല്യാണം ഉണ്ടായിരുന്നു പറയാ. കല്യാണം ഉണ്ടോ? ആഹാ, കൊള്ളാലോ. ആരുടെ കല്യാണോ? എന്റെ ഫ്രണ്ടിന്റെ കല്യാണോ? അപ്പൊ എനിക്ക് പോണോന്ന് പറയണ. ഓഹോ, അങ്ങനെയാണോ? അപ്പൊ പെർമിഷൻ ചോദിക്കാൻ വേണ്ടി വിളിച്ചായിരിക്കും അല്ലേ? നല്ല കാര്യമായിപ്പോയി. എന്നാലും കല്യാണത്തിന് മുമ്പ് തന്നെ ഇങ്ങനെയൊക്കെ പെർമിഷൻ ചോദിക്കുന്നല്ല. എന്റെ അമ്മ എപ്പോഴും അച്ഛനോട് പെർമിഷൻ ഒക്കെ ചോദിക്കുക എവിടെയെങ്കിലും ഒന്ന് പോണെങ്കിൽ. ഇപ്പൊ വർഷം അങ്ങനെ തന്നെയാണല്ലോ. എനിക്ക് സന്തോഷമായെന്ന് പറയാം. അല്ല, എപ്പോഴാ കല്യാണം? രാവിലെ 8 മണിക്കാന്ന് പറയാം. ഓ, അല്ല, ഞാൻ വേറൊരു കാര്യത്തിനും കൂടെ വിളിച്ച. അല്ല, എന്താ കാര്യം? അതെ, എന്റെ കൂടെ റോഷനും കൂടെ വരുമോ? റോഷൻ നാളെ ഫ്രീ ആണോന്ന് ചോദിക്കും. ഇത് കേട്ട റോഷൻ വിളിച്ചു, ഞാൻ ഫ്രീ ആണ്, എന്റെ കൂടെ വരുമോന്ന് ചോദിക്കണം. അല്ല, എന്താ ഇപ്പൊ ഞാൻ വരുന്നത്? ഇപ്പം വർഷേനെ മാത്രമല്ലേ കല്യാണം വിളിച്ചിട്ടുള്ളൂ. അല്ല, റോഷനെ കൂടെ വിളിച്ചിട്ടുണ്ട്. കാരണം 2 ദിവസം കഴിഞ്ഞാൽ എന്റെ ഫ്രണ്ട് ഫോറിന് പോവാ. പിന്നെ കാണാൻ പറ്റില്ല, നമ്മുടെ കല്യാണത്തിന് വരാനും പറ്റില്ല. അതുകൊണ്ടാ നാളെ വരുമോന്ന് ചോദിച്ചേ. അപ്പം നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് അവൾക്ക് കാണാലോ എന്ന് പറയാം. ഓ, അങ്ങനെയാണോ? ശരി ശരി, ആയിക്കോട്ടെ, എന്നാ നമുക്ക് പോയേക്കാന്ന് പറയാണ്. പിന്നീട് രോഷൻ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ വർഷ പറഞ്ഞു, എന്താ ശരിയെ ഫോൺ വെച്ചോട്ട് നിൽക്കുക. എന്താ അത്ര ധൃതി? അല്ല, എനിക്ക് കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു പറയാം. ഓക്കെ, ശരി ശരി, അപ്പൊ നമുക്ക് നാളെ കാണാന്ന് പറയണം. രോഷൻ ഭയങ്കര ത്രില്ലിലായിരുന്നു. വർഷയോടൊപ്പം ഒരു പുറത്തൊരു യാത്ര ആദ്യം കണ്ടപ്പോ തന്നെ അങ്ങനെ ആഗ്രഹിച്ചിരുന്ന. അങ്ങനെ അതിനായിട്ട് ഒരവസരം ഇപ്പോഴാണ് വീണ് കിട്ടിയിരിക്കുന്നത്. ഈ സമയം നേരെ ദേവു വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ ദേവു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ലക്ഷ്മി വെച്ച്, എന്താ ദേവു, നീ ഇതെന്താ എത്ര സമയത്ത് എവിടെ പോയിരിക്കുകയാണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടത് ശരത്ത് പറഞ്ഞു, അല്ലെങ്കിലും കണ്ടില്ലേ, വരുന്ന സമയം കണ്ടില്ലേ, ഇപ്പോഴാണ് നീ വരുന്നതെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും ദേവു പറഞ്ഞു, ഓഹോ, നീ ഇത്ര നേരത്തെ വന്നല്ലോ. ദേ, അപ്പുറത്തെ വീട്ടിലെ ആ രാധചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ ആന്റണിയോട് കറങ്ങി നടക്കുന്ന കണ്ടായിരുന്നു. ശരിയല്ലാടാന്ന് ചോദിക്കും. ഇത് കേട്ട ശരത്തൊന്ന് ഞെട്ടി. അല്ല, നീ എന്തിനാ അവന്റെ കൂടെ നടന്നേന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് ശരത്തിന് എന്തും മറുപടി പറയണമെന്ന് അറിയില്ല. ശരത്ത് പറഞ്ഞു, അല്ലമ്മ, അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പണ്ട് ബൈക്ക് മോഷ്ടിച്ച കേസില് അവനാണ് നിന്റെ കൂടെ നിന്നേ, അറിയാലോ. അതുകൊണ്ട് അവനുമായിട്ടുള്ള ചങ്ങാത്തൊന്നും നിനക്ക് വേണ്ട. ഇനി എങ്ങാനും അങ്ങനെ എന്തെങ്കിലും പരിപാടി പ്ലാൻ ഇട്ടിട്ടുണ്ടോ നിൽക്കും. എന്റെ അമ്മേ, അങ്ങനെ എന്തെങ്കിലും ഞാൻ ചെയ്യുവോ? അല്ലെങ്കിൽ നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല. ഈ ആന്റണി ചേട്ടൻ പാവം എന്ന് പറയണ. പിന്നെ പാവമാണ് പോലും. ഇതേ കൂടെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. ഇനി അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം വന്ന് കേട്ടാണ്ടല്ലോ, അന്ന് നീ വീടിന്റെ പുറത്ത് അറിയാലോ, നാട്ടുകാരെ കൊണ്ടും വീട്ടുകാരെ കൊണ്ടും ഓരോന്നൊക്കെ പറയിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കും. അയാളുമായിട്ട് ഒരു കമ്പനിയും വേണ്ടെന്ന് പറയണം. എന്റെ അമ്മേ, അപ്രതീക്ഷിതമായിട്ട് വഴി വെച്ച് കണ്ടതാ. അപ്പൊ ഞങ്ങളൊന്ന് സംസാരിച്ചാന്ന് പറയും. മതി മതി, ഇനി കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാം. പിന്നീട് ദേവി വെച്ചു, അല്ല അമ്മ ഇന്നാള് തൊട്ട് പറയുന്നല്ലേ കുടുംബക്ഷേത്രത്തിൽ പോകുന്ന കാര്യം. അതെ, എന്ത് ചെയ്യാനെന്ന് പറ. പോവാനായിട്ട് ഒരു സമയവും സന്ദർഭവും കിട്ടണ്ടേ. പിന്നെ ഇത്രയും ദൂരെ പോകണമെങ്കിൽ വണ്ടിക്കൂലിയെങ്കിലും വേണ്ടേന്ന് ചോദിക്കാം, പൈസയൊക്കെ വേണ്ടേന്ന് ചോദിക്കാം. അതാണോ? അത് കുഴപ്പമൊന്നുമില്ല. പോകാനാണെങ്കിൽ അമ്മ നാളെ പോയിക്കോളാൻ പറയണം. നാളെയോ? അതെങ്ങനെ നാളെ പോകാൻ പറ്റുന്നേ? നാളെ ഇപ്പം പോയിട്ടുണ്ടെങ്കിൽ കടയിലെ കാര്യങ്ങളൊക്കെ ആര് നോക്കുന്നു ചോദിക്കുക. അതൊന്നും ഓർത്ത് അമ്മ പേടിക്കണ്ട. ഒരു ദിവസം ഇപ്പൊ കട ഇട്ടെന്നോർത്ത് കുഴപ്പമില്ല. രാവിലെ വൈകുന്നേരം അല്ലേ പൂ മേടിക്കാൻ ആൾക്കാർ കൂടുതൽ വരുന്നേ. ആ സമയത്ത് കടയിലെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറയാം. നീയോ? അതെ, രാവിലെ ഞാൻ പോകുന്ന സമയത്ത് കടയിലിരിക്കും. പിന്നെ ഇപ്പം അടച്ചിട്ടിട്ട് പോകും. വൈകുന്നേരം വന്നിപ്പം ഞാൻ കടയിലിരുന്നോളാം. പോരാത്തിന് ഇവനും ഉണ്ടല്ലോ, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കും. അത് ശരിയാ, എന്നാലും അന്നൊരു കാര്യം ചെയ്യേ, നിങ്ങളും കൂടെ വരാൻ പറയാം. എനിക്ക് നാളെ അസൈൻമെന്റും പിന്നെ പോരാത്തിന് ടെസ്റ്റ് പേപ്പറൊക്കെ ഉണ്ടമ്മ, എനിക്ക് വരാൻ പറ്റില്ലെന്ന് ദേവ് പറയാ. എന്നാ പിന്നെ നീ വാടാ ശരത്തേന്ന് പറയണ. പിന്നെ ഞാൻ എങ്ങും വരുന്നില്ല ക്ഷേത്രത്തിലേക്ക്. ഓ, ഇപ്പൊ അവനോട് വല്ല സിനിമയ്ക്കോ അല്ലെങ്കിൽ വല്ല നാട് ചുറ്റാനാണെങ്കിൽ ആ മുമ്പിൽ ഇറങ്ങിയെന്ന് പറയാം. ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങൾക്കൊന്നും നീ ഇറങ്ങത്തില്ലോ എന്ന് പറയാം. അതെ അമ്മേ, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ വരുന്നില്ല. എനിക്ക് അതിന് താല്പര്യമില്ല എന്ന് പറയാം. വരുന്നില്ല, വരണ്ട. അമ്മ പോയിട്ട് എന്താളും വൈകുന്നേരം വരില്ല. പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുക. ശരി, കുറെ കാലമായിട്ടുള്ള ഒരാഗ്രഹം. അങ്ങനെ ഇപ്പോഴായിരിക്കും അതിന് സമയമായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോകണം ലക്ഷ്മിയമ്മ. ഈ സമയത്ത് ദേവുവിന്റെ നെഞ്ചിലൊരു ഇരിപ്പുണ്ട്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം അമ്മ ഇത് എങ്ങാനും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയത്തില്ല. അമ്മേനെ അവിടെ നിന്ന് മാറ്റാൻ വേറൊരു മാർഗം നോക്കിയിട്ട് കാണുന്നില്ല. പിന്നീട് ആ സമയത്ത് നോക്കിക്കഴിഞ്ഞപ്പോ
ശരത്ത് ഇങ്ങനെ ഒരു സംശയ ദൃഷ്ടിയോടെ ദേവുവിനെ നോക്കുവാണ്. നാളെ എന്തിനാ അമ്മേനെ പറഞ്ഞു വിടുന്നുള്ള രീതിയിൽ പെട്ടെന്ന് ദേവു ശരത്തിന് മുഖം കൊടുക്കാതെ അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ രാത്രിയായി കഴിഞ്ഞപ്പോൾ തന്നെ രേവതി ഫോണിലേക്ക് സച്ചി വിളിക്കുവാണ്. സച്ചി വിളിച്ചു കഴിഞ്ഞപ്പോൾ രേവതി ചോദിച്ചു, അല്ല സച്ചേട്ടൻ ഇത് എവിടെയാ, ഇന്ന് വരുമോന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും സച്ചു, ഇന്ന് വരാനോ, ഇല്ല നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ വരാൻ പറ്റുള്ളൂ എന്ന് പറയണം. അതെന്താ അങ്ങനെ? അതെ, അവരെന്തോ ട്രിപ്പ് വന്നാ, അപ്പൊ അതുകൊണ്ട് 2 ദിവസം ചിലപ്പോൾ ലേറ്റ് ആവുമെന്ന് പറയണം. ഇത് കാരണം രേവതിക്ക് ഭയങ്കര വിഷമായി. അല്ല സച്ചയുടെ ഫുഡ് കഴിച്ചോന്ന് ചോദിക്കും. ഫുഡ് കഴിച്ചില്ല, എന്താ? എനിക്ക് പുറത്തൊന്നും കഴിച്ചിട്ട് അങ്ങോട്ട് പിടിക്കണില്ല എന്ന് പറയാണ്. വീട്ടിലാണെങ്കിൽ നീ നല്ല ഫുഡ് ഉണ്ടാക്കി തരുമല്ലോ. എന്തോ അതെ, അതൊന്നും ഓർത്തെടുത്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, കിട്ടുന്ന ഫുഡാന്ന് വെച്ചാൽ അവിടുന്ന് വാങ്ങി കഴിക്കാൻ നോക്കണം എന്ന് പറയാം. അല്ല സച്ചേട്ടൻ കിടക്കണില്ലേന്ന് ചോദിക്കും. കിടക്കണം. നീ എപ്പോഴാ റൂമിലേക്ക് പോണേ? റൂമിലേക്ക്? ഏത് റൂമിലേക്ക്? അല്ല കിടക്കാനായിട്ട്. റൂമിലേക്കൊന്നും പോകുന്നില്ല. എന്റെ റൂമും ഇതെല്ലാം കൂടെ ഈ കാറാന്ന് പറയാം. കാറിൽ കിടക്കാനാ, പിന്നല്ലാതെ കാറിൽ ഇങ്ങനെ ഞങ്ങൾ ഡ്രൈവർമാരെല്ലാം എങ്ങനെയാ നല്ല നീണ്ട് വിശാലമായിട്ട് കാലൊക്കെ പുറത്തേക്ക് ഇട്ടിട്ട് കിടപ്പം കിടക്കൂന്ന് പറയണേ. അപ്പൊ കൊതുക് കയറി കുത്തില്ലേന്ന് ചോദിക്കാം. പിന്നെ കൊതുക് കുത്തെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ അടച്ചിട്ടുണ്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ശ്വാസം മുടി ചത്തുപോളൂ. ഒന്നാമത്തെ കാര്യം നല്ല ചൂടാ ഇവിടെ, അറിയാമെന്ന് ചോദിക്കുകയാണ്. ജാതിക്ക് ഭയങ്കര വിഷമായി. എന്നാ പിന്നെ ഒരു മുറി എടുത്തിട്ട് കിടന്നാ പോരെ? പിന്നെ മുറിക്കൊക്കെ എത്ര രൂപ കൊടുക്കണമെന്ന് ഓർത്താ ഇരിക്കണേ. എന്നാ പിന്നെ ഇച്ചിരി അങ്ങോട്ടും മാറി വല്ല ചെറിയ പൈസക്ക് ഇടുന്ന മുറി എടുത്താ പോരെ? അതെ, അത്യാവശ്യം നല്ല കടങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ട്. ഇനി അതിന്റെ കൂടെ മുറി എടുക്കുന്ന പൈസയും കൂടെ വെറുതെ കളയേണ്ട കാര്യമുണ്ടോ? വെറുതെ എന്തിനാ അത്രയും ക്യാഷ് കളയനെ? അതുകൂടെ ഉണ്ടെങ്കിൽ എന്തൊക്കെ കാര്യം നടത്താന്ന് ചോദിക്കും. പിന്നീട് സച്ചി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. അവസാനം രേവതി പറഞ്ഞു, അല്ല സാധാരണഗതിയില്ല ഞാൻ സംസാരിക്കുന്ന ഇഷ്ടമില്ല, ഇപ്പൊ എന്ത് പറ്റി? അല്ല നീ സംസാരിക്കുവാണെങ്കിൽ എനിക്കത് കേട്ടോണ്ട് കിടക്കാലോ. ഓഹോ, അതുകൊണ്ടാണോന്ന് ചോദിക്കും. അല്ല അങ്ങനെ കേട്ടോണ്ട് കിടന്ന് അങ്ങനെ അങ്ങോട്ട് ഉറങ്ങാലോ. ഇതെന്താ ഞാൻ വല്ല റേഡിയോ ആണോന്ന് ചോദിക്കണം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാനായിട്ട്. അല്ല അത് പിന്നെ എന്ന് രാത്രിയിലെ നിന്റെ ഈ കിലകിലാന്നുള്ള സംസാരം കേട്ടിട്ട് അത് ശീലമായി, അത് കേൾക്കാതെ എനിക്കിപ്പോ ഉറങ്ങാൻ പറ്റില്ലെന്ന് പറയാം. കൊള്ളാം എന്നാ ശരി എന്നും പറഞ്ഞുകൊണ്ട് രേവതി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സച്ചി അതെല്ലാം കേട്ട് ഇങ്ങനെ കിടക്കുവാണ്. പിന്നീട് മധുസൂദനും മഹിമയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷ അങ്ങോട്ട് വരുവാണ്. വർഷനെ കണ്ടതും മഹിമ എന്താ കാര്യം ചോദിക്കുക. നാളെ എന്റെ ഫ്രണ്ട് രജിതയുടെ കല്യാണോ, അവൾ വന്ന് വിളിച്ചിട്ട് പോയില്ലായിരുന്നോ? എനിക്ക് നാളെ കല്യാണത്തിന് പോകണമെന്ന് പറയാം. കല്യാണത്തിനോ? അങ്ങനെ ഇപ്പൊ നീ കല്യാണത്തിനൊന്നും പോകണ്ടെന്ന് പറയണം. പിന്നീട് മഹിമ പറഞ്ഞു, നിനക്ക് അത്രയ്ക്ക് പോകാൻ നിർബന്ധമാണ്, ഒരു കാര്യം ചെയ്യുക, ഞങ്ങളുടെ കൂടെ പോരെ, ഞങ്ങൾ നിന്നെ കൊണ്ടാന്ന് പറയാണ്. ഇത് കേട്ടതും വർഷ പറഞ്ഞു, ഓഹോ അപ്പൊ എന്നെ വിശ്വാസമില്ലല്ലേന്ന് ചോദിക്കുകയാണ് നിനക്ക്. ഇത് കേട്ടത് മസൂദൻ പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ മോളെ നീ കാണിച്ചു കൂട്ടിയിരിക്കുന്നത്, പിന്നെ എങ്ങനെ നിന്നെ വിശ്വസിക്കാനാന്ന് ചോദിക്കുവാണ്. ഇത് കേട്ടതും വർഷ പറഞ്ഞു, എനിക്കറിയാം നിങ്ങളിപ്പോ പഴയ ശ്രീകാന്തിന്റെ കാര്യം ഓർത്തുകൊണ്ടിരിക്കുമായിരിക്കും അല്ലേ, പക്ഷേങ്കിൽ ശ്രീകാന്തും ഞാനും തമ്മിൽ ബ്രേക്കപ്പ് ആയെന്ന് പറയണം. ബ്രേക്കപ്പ് ആയോ? അതെ, അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവന് ഈ ബന്ധത്തിന് ഒട്ടും താല്പര്യമില്ലെന്ന് അവന്റെ അച്ഛൻ അവനോട് പറഞ്ഞു പോലും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറണമെന്ന്. അതുകൊണ്ട് അവൻ ഇനി എന്നെ വേണ്ടാന്ന്, എന്നെ ആർക്കും വേണ്ടാന്ന് പറയാണ്. ഇത് കേട്ട മസൂദനും മഹിമയ്ക്കും ഭയങ്കര സന്തോഷമായി. മഹിമ പെട്ടെന്ന് മോളെ അടുത്തേക്ക് വിളിച്ചിട്ടുണ്ട്. സത്യമാണോ നീ മോളെ പറയണെന്ന് വെക്കും. അത് സത്യം വെച്ചാന്ന് പറയാണ്. ഇത് കേട്ടതും മസൂദനും പറഞ്ഞു, മോളെ അല്ലെങ്കിലും അയാളുമായിട്ടുള്ള ബന്ധമൊന്നും നമുക്ക് ചേരുന്നല്ല, ഇപ്പൊ തന്നെ കണ്ടില്ലേ ഇതേ അവന്റെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അവൻ പിന്മാറിയതുണ്ടോ, അത്രയ്ക്കേ ഉള്ളൂ. അതാ പറഞ്ഞ നമ്മൾക്ക് ഈ ലോക്കൽ ഫാമിലി ആയിട്ടുള്ള ഒരു ബന്ധവും വേണ്ടെന്ന്. ഇപ്പോഴെന്റെ മോളും മിടിക്കുകയെന്ന് പറയാണ്. ദേ അച്ഛനും അമ്മയും പറയുന്ന ബന്ധത്തിന് മോള് സമ്മതിച്ചാൽ മതി എന്ന് പറയാം. ഇപ്പോഴെനിക്ക് റോഷന്റെ വില മനസ്സിലാവുന്നേ. എന്നെ നല്ല ഡീസന്റ് ആയിട്ടാണെന്നറിയാവോ, അന്ന് ഡ്രസ്സ് എടുക്കാനൊക്കെ പോയ സമയത്ത് റോഷൻ എന്നോട് പെരുമാറിയത് നല്ല ജെന്റിൽമാനായിരുന്നു. ഇപ്പോഴെനിക്ക് മനസ്സിലായി അവന്റെ വില എന്താന്ന് മനസ്സിലായെന്ന് പറയാം. അല്ല ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ല, ഇതാ ഞങ്ങൾ പറയുന്ന അച്ഛനും അമ്മയും പറയുന്ന വിവാഹത്തിന് നീ സമ്മതിക്കണമെന്ന് പറഞ്ഞ്. ഇപ്പം ശ്രീകാന്തിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായില്ല എന്ന് എനിക്ക്. ശരിയാ, അവന്റെ യഥാർത്ഥ സ്വഭാവം എനിക്ക് മനസ്സിലായെന്ന് പറയാം. അതെ, നാളെ കല്യാണത്തിന് പോകാനായിട്ട് അവന് റോഷൻ എൻ്റെ കൂടെ വരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. റോഷൻ വരാന്ന് പറഞ്ഞേ. അതേമേ റോഷൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം. അപ്പത്തേനുമാണ് റോഷൻ അങ്ങോട്ട് വരുന്നേ. റോഷനെ കണ്ടത് അവർ രണ്ടുപേരും അന്താളിപ്പാട് ചാടി എഴുന്നേക്കണം. ആഹാ, എന്നെ ഇവിടെ രണ്ടുപേരും പ്രതീക്ഷയില്ലല്ലേ എന്ന് ചോദിക്കണം. അല്ല മോനെ നീ പെട്ടെന്ന്, അതെ ഞാൻ വർഷയ്ക്കുള്ള റിങ് കൊണ്ട് തരാൻ വന്നാന്ന് പറയണം. അത് കേട്ടതും വർഷയൊന്ന് മുഖത്തേക്ക് നോക്കി റോഷന്റെ. പിന്നീട് റോഷൻ പറഞ്ഞാ വർഷയ്ക്കുള്ള റിങ് എന്ന് പറയണം. അങ്ങനെ റിങ് വർഷനെ കാണിക്കുവാണ്. വർഷ ഭയങ്കര സന്തോഷം അങ്ങോട്ട് അഭിനയിച്ചു. പിന്നീട് വിരലങ്ങ് നീട്ടി കാണിച്ചു. റോഷൻ ആ വിരലയിലേക്ക് റിങ് ഇട്ട് കൊടുക്കുകയാണ്. വർഷയ്ക്ക് വേറെ നിവൃത്തിയില്ല, അവിടെ പിടിച്ചു നിന്നല്ലേ പറ്റുള്ളൂ. പിന്നീട് റോഷൻ പറഞ്ഞു, അതെ നാളത്തെ കാര്യം എങ്ങനെയാന്ന് ചോദിക്കണം. നാളെ എത്ര മണിക്ക് വിവാഹം? 8 മണിക്കാന്ന് പറയണം. അപ്പൊ നാളെ രാവിലെ നമ്മൾ പോകുമല്ലേന്ന് ചോദിക്കും. അതേന്ന് പറയണം. ഇത് കേട്ടത് മഹിമ പറഞ്ഞു, അന്നാ ശരി ഞങ്ങളും കൂടെ വരാന്ന് പറയാണ്. ഇത് കേട്ടത് റോഷൻ പറഞ്ഞു, അല്ല അങ്കിളും എന്നെയും പറയേണ്ട കാര്യമുണ്ടോ? ഇതിപ്പം ഞങ്ങൾ രണ്ടും പോയാൽ പോരേന്ന് ചോദിക്കണം. ഞങ്ങൾക്ക് തമ്മിൽ സ്വകാര്യമായ കുറച്ച് നിമിഷങ്ങളൊക്കെ കിട്ടൂലോ, കല്യാണത്തിന് മുമ്പ് ഇങ്ങനെയൊക്കെ ട്രിപ്പൊക്കെ നല്ലതല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ട മസൂനും പറഞ്ഞു, അത് ശരിയാ, ഞങ്ങൾ അത്ര ചിന്തിച്ചില്ല, കുഴപ്പമില്ല നിങ്ങൾ രണ്ടും കൂടെ പോയിട്ട് വരാൻ പറയണം. ഇത് കേട്ടത് വർഷയ്ക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് റോഷൻ പറഞ്ഞു, എന്നാ ശരി
എന്നാ ഞാൻ പോട്ടെ, നാളെ കാണാന്ന് പറഞ്ഞിട്ട് റോഷൻ അങ്ങോട്ട് പോവാണ്. അങ്ങനെ റോഷൻ പോയി കഴിഞ്ഞപ്പോഴാണ് വർഷയ്ക്ക് ഒരു സമാധാനമായി. താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഇങ്ങനെയാണ് നാളെ രാവിലെ റോഷൻ തന്നെ കൂട്ടാനായിട്ട് വരും. പിന്നത്തെ കാര്യമൊക്കെ താന് എങ്ങനെ വേണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ചിന്തയോട് കൂടിയിട്ട് പക്ഷെ അച്ഛനെ അമ്മേനെ നോക്കിയിട്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം ശ്രീകാന്ത് ദേവതനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറയണം. എന്താ ശ്രീകാന്ത്, എന്താ? ചേച്ചി വരാനും പറഞ്ഞുകൊണ്ട് ടെറസിനെ അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോവാണ്. അങ്ങനെ ടെറസ് വെച്ചെന്ന് പറഞ്ഞു, അതെ എനിക്ക് അത്യാവശ്യമായിട്ട് കാര്യം പറയാനുണ്ട് എന്ന് പറയണം. കാര്യം എന്താന്ന് പറ. അത് പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് അതെ എടുത്തേക്ക് എന്നോട് ദേഷ്യവും തോന്നില്ലെന്ന് പറയണം. എന്താ കാര്യം അതെന്താന്ന് പറ. അപ്പൊ എങ്ങനെ പറയണമെന്നറിയില്ല. ശ്രീകാന്ത് ഇങ്ങനെ ഒരുമാതിരി കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ ഇതിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.